അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു പെയിൻറ്റിംഗ് ആണ്. നിങ്ങൾ തംബ്നെയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ തംബ്നെയിലിൽ നമ്മൾ കണ്ട പോലെ എങ്ങനെ നമുക്ക് അതുപോലെ പെയിൻറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. ഞാൻ എടുത്തിട്ടുള്ളൊരു പോട്ട് സക്കുലൻ്റ് പ്ലാന്റിൻ്റെ ഒരു ചെറിയ പോട്ടാണ്. ഏകദേശം ഹൈറ്റ് 3.5 ഇഞ്ച്, വെടുത്ത് 2-2.5 ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളെ കയ്യിലുള്ളത്, ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഒരു ബ്ലാക്ക് കളറാണ്. അപ്പോൾ ബ്ലാക്ക് കളറിലെ ഈ പോട്ട് നമുക്ക് വൈറ്റ് കളറാക്കണം. നിങ്ങളുടെ അടുത്ത് ഓൾറെഡി വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ മേലെ വൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ എൻ്റെ അടുത്തുള്ളത് ബ്ലാക്ക് ആയതുകൊണ്ട് അതിൻ്റെ മേലെ വൈറ്റ് പെയിൻറ്റ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ യൂസ് ചെയ്ത അക്രിലിക് കളറാണ്. അപ്പം നിങ്ങൾക്ക് അക്രിലിക് കളർ ഇല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് ഇനാമൽ പെയിൻറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് ഏത് പെയിൻ്റ് ആച്ചാൽ നിങ്ങൾ അതിന്മേൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലോണം ഡ്രൈ ആയതിനു ശേഷം വേണം നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ. ഓക്കെ, ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടണ്ട വിചാരിച്ചിട്ട് ഞാൻ ഓൾറെഡി പെയിൻറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്രിലിക് കളറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ പെയിൻറ്റ് എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ നല്ലോണം കവറാവാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. കവറാവാതെ ഒരിക്കലും ഇത് ചെയ്യാൻ നിൽക്കരുത്. അതിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ 2 കോട്ടൊക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നെയിൽ പോളിഷ് എടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തുള്ള ബ്ലാക്ക് കളറാണ്. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് 2-3 കളറൊക്കെ മിക്സ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് ഭംഗിയും കൂടും. അപ്പോൾ ഞാൻ ഇന്നിവിടെ ചെയ്യണത് ഒരൊറ്റ കളർ വെച്ചിട്ടാണ്, അതും ബ്ലാക്ക് കളർ വെച്ചിട്ടാണ്. നമുക്ക് അതുകൊണ്ട് എങ്ങനെ നോക്കാം. നെക്സ്റ്റ് വേണ്ടത് നമുക്ക് വെള്ളമാണ് കേട്ടോ. വെള്ളത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ട് മേശപ്പുറത്ത് വെക്കുക. ഒരു കാരണവശാലും അത് മുഴുവനായിട്ട് വെള്ളം എടുക്കരുത്. നമ്മൾ ഈ സാധനം അതിൽ മുക്കുമ്പോൾ തുളുമ്പി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം എടുക്കാൻ കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വേണ്ടത്, നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സ്റ്റിക്ക്, വണ്ണം കുറഞ്ഞിട്ടുള്ള സ്റ്റിക്ക് ആണ് നമുക്ക് ആവശ്യം കേട്ടോ. അതും നമ്മൾ കരുതി വെക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നെയിൽ പോളിഷ് എടുത്തിട്ട് ഇതുപോലെ വെള്ളത്തിലോട്ട് തൂവി കൊടുക്കുക കേട്ടോ. ഞാൻ ചെയ്യണത് പോലെ ഇതുപോലെ സ്പ്രെഡ് ചെയ്യണ രൂപത്തിൽ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം സ്റ്റിക്ക് എടുത്തിട്ട് എല്ലാ സൈഡുക്കും ആകുന്ന രൂപത്തിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനത്തെ ആ സ്റ്റിക്ക് കൊണ്ട് തട്ടി കൊടുക്കുക. ഓക്കെ, ആ ഒരു ഡിസൈൻ നമ്മളെ മനസ്സിൽ എങ്ങനെയാണോ ഡിസൈൻ അതുപോലെ നമുക്ക് ആ പെയിൻറ്റിനെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിക്ക് വെച്ചിട്ട് തട്ടി കൊടുക്കുക. ഓക്കെ, ഒരു കാരണവശാലും ഒരുപാട് സമയം എടുക്കരുത്, അത് ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിത് സിംഗിൾ കളർ വെച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നമ്മളെ പോട്ട് എടുക്കുക. ഓക്കെ, നമ്മളെ പെയിൻറ്റിങ് ഫിനിഷായി. വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മൾ വിചാരിച്ച പോലെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വേറെ കളറൊക്കെ വെച്ചിട്ട് പരീക്ഷിച്ച് നോക്കാം. 2 കളർ വെച്ചിട്ട് നോക്കാം, 3 കളർ വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തെന്നുള്ളൂ. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്യാം.
ഇനി കളർ മിക്സ് ചെയ്തിട്ട് വരും ദിവസങ്ങളിൽ ഒരു വീഡിയോ ഇടാൻ ശ്രമിക്കാം. നെക്സ്റ്റ് വീഡിയോ ഇതാണ്, എങ്ങനെ നമുക്ക് ഒരു വസ്തുവിൻ്റെ സെയിം രൂപം നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നതിനെ കുറിച്ചിട്ടാണ്. നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ഇടയിൽ തന്നെ ഞാനത് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.